കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങൾ ഒരേപോലെ ഉറ്റുനോക്കുന്ന വൈകാരികമായും നിയമപരമായും ദശകങ്ങളായിട്ട് തിളച്ചു മറിയുന്ന ഒരേ ഒരു വിഷയമേ ഉള്ളൂ. അത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം വിഷയമാണ്. തമിഴ്നാട്ടിൽ വലിയൊരു രാഷ്ട്രീയ അട്ടിമറി നടത്തി ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പുതിയ തലപ്പത്തേക്ക് തമിഴക വെട്ടുകഴകത്തിന്റെ അമരക്കാരൻ എല്ലാവർക്കും പ്രിയപ്പെട്ട സി ജോസഫ് വിജയ് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിയപ്പോൾ കേരളത്തിലുള്ള പല ആളുകൾ ഇങ്ങനെ ചിന്തിച്ചു. ഫാൻസ് മാത്രമല്ല, പല ആളുകളും ചിന്തിച്ചു, സിനിമയിലൊക്കെ അത്രയ്ക്ക് ഹ്യൂമാനിറ്റിയും സ്നേഹവും ഒക്കെ പറയുന്ന ആളല്ലേ, അതേപോലെ തന്നെ പ്രസംഗങ്ങളിലൊക്കെ മനുഷ്യ സ്നേഹം വാരി വിതർന്ന ആളല്ലേ, മുല്ലപ്പെരിയാർ വിഷയത്തിൽ പുള്ളി കുറച്ചെങ്കിലുമൊക്കെ അയവ് കാണിക്കുമായിരിക്കും. എന്നാൽ കഴിഞ്ഞ ദിവസം കഥ മൊത്തത്തിൽ മാറിമറിഞ്ഞു. അധികാരമേറ്റ് 2026 ജൂൺ 18 നടന്ന ആദ്യ നിയമസഭാ സമ്മേളനത്തിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗം കേട്ടപ്പോൾ കേരളം മൊത്തത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. മുല്ലപ്പെരിയാറിൽ ഒരു പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കേരളത്തെ ഒരു കാരണവശാലും അനുവദിക്കത്തില്ല. കേരളത്തിന്റെ നീക്കങ്ങളെ തമിഴ്നാട് സർക്കാർ ശക്തമായിട്ട് തടയും, മുന്നേ ഉള്ളതുപോലെ തന്നെ തടയും. പഴയ ഭരണാധികാരികളെക്കാൾ കടുത്ത ഭാഷയിലാണ് വിജയ് സർക്കാർ മുല്ലപ്പെരിയാർ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് എന്ന് പല ആളുകളും റിപ്പോർട്ട് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് സി ജോസഫ് വിജയ് എന്ന തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ പുതിയ ഡാം എന്ന ആവശ്യത്തെ ഇത്ര ശക്തമായിട്ട് എതിർക്കുന്നത്? ഇതിന്റെ പിന്നിലെ ചരിത്രത്തെ കുറിച്ചിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന്റെ പിന്നിലെ നിയമവശങ്ങളെ കുറിച്ചിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ അപ്ലോഡ് ചെയ്യപ്പെടുന്ന പല വീഡിയോസിന്റെയും പിന്നിൽ 2-3 ദിവസത്തെ ആലോചനകളുണ്ട്. പലപ്പോഴും ഒരു നീണ്ട സ്ക്രിപ്റ്റിംഗിലേക്കൊക്കെ ഇപ്പോൾ കടക്കാറുണ്ട്. കാരണം അത്രയധികം ഫാക്ട് ബേസ്ഡ് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതുണ്ട്. ഓരോ ദിവസവും റെസ്പോൺസിബിലിറ്റീസ് കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ സഹകരണവും സപ്പോർട്ടും ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കത് കിട്ടുമ്പോൾ വല്ലാത്ത സന്തോഷമൊക്കെ ഉണ്ട്. ഈ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ഓടി വന്ന് കണ്ട് കമൻറ്റ് രേഖപ്പെടുത്തുന്ന ആളുകളോട് എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ കഴിഞ്ഞ ദിവസം ചില ആളുകൾ വിമർശിക്കുന്നത് കണ്ടു. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ. ഞാൻ ഈ 2-3 ദിവസത്തെ പണിയെടുത്തിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു എമൗണ്ടൊക്കെയാണ് യൂഷ്വലി എനിക്ക് ലഭിക്കാറുള്ളത്. ലേറ്റസ്റ്റ് വീഡിയോയുടെ ഒരു എമൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ യൂട്യൂബിൽ കാണുന്ന യൂട്യൂബർമാരുടെ ഡ്രീം അച്ചീവ്മെൻറ്റ് പരിപാടികളൊന്നും നമ്മളെപ്പോലുള്ള ക്രിയേറ്റേഴ്സിന് നടക്കാറില്ല. എന്നാലും ഒരു പ്രൊഫൈൽ ബിൽഡിങ്ങിൻ്റെ, നമ്മുടെ തന്നെ ഒരു പ്രൊഫൈൽ ബിൽഡിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള എഫേർട്ടുകളൊക്കെ ഇടുന്നത്. പലപ്പോഴും നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആളുകളോ അല്ലെങ്കിൽ നമുക്ക് നേരിട്ടറിയാവുന്ന ആളുകളോ ഒന്നും വന്ന് ആദ്യം വീഡിയോ കണ്ടിട്ട് കമന്റ് രേഖപ്പെടുത്താറില്ല. അങ്ങനെയുള്ള അവസരങ്ങളിലാണ് ഓൺലൈനിൽ നിന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തതുകൊണ്ട് മാത്രം നമുക്ക് ലഭിക്കുന്ന ചില സൗഹൃദങ്ങൾ ആദ്യം തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, സ്ഥിരമായിട്ട് കൂടെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ കമന്റുകളെ ഞാൻ വലിയ സ്നേഹത്തോടെയും വലിയ ബഹുമാനത്തോടെയാണ് നോക്കിക്കാണുന്നത്. എനിക്കത് വലിയ സന്തോഷമാണ്. അങ്ങനെയുള്ള ആളുകളോട് ഒരു പടി കൂടുതൽ സ്നേഹമുണ്ട്. അങ്ങനെയുള്ള ആളുകളും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ടുള്ള ഒരു പ്രചോദനം പല അവസരങ്ങളിൽ ലഭിക്കത്തില്ല എന്നുള്ളതാണ്. പലപ്പോഴും വലിയ വ്യൂസ് കിട്ടുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഭൂരിപക്ഷം ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളായിരിക്കും. ഇനിയിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊരു ഭൂരിപക്ഷം ആളുകൾ കമന്റ് ചെയ്യാതെ കാണുന്ന ആളുകളായിരിക്കും. ഇതൊക്കെ വീഡിയോയുടെ റീച്ചിനെ ബാധിക്കുന്ന കാര്യമാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഒരാൾ കമന്റ് ചെയ്തില്ല അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തില്ല എന്നതുകൊണ്ട് ആരോടും വ്യക്തിപരമായിട്ടുള്ള ഒരു പിണക്കവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന ഒരു ചാനലാണ്. ഞാൻ പലപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടോ ഷെയർ ചെയ്യാനായിട്ടോ പോലും പറയാറില്ല. പക്ഷേ ഒരു കാര്യം പറയുകയാണ്, ഷെയർ ചെയ്യുന്നതും കമൻറ്റ് ചെയ്യുന്നതും നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതൊക്കെ വലിയ സ്നേഹത്തോടെ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. അതൊക്കെയാണ് ആക്ച്വലി പ്രചോദനം. വഴിയിൽ നിന്ന് കാണുന്ന സമയത്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് ആ ഒരു വീഡിയോയുടെ ടൈറ്റിൽ പറഞ്ഞിട്ട് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നതൊക്കെ പേഴ്സണലി സന്തോഷം നൽകുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് പലപ്പോഴും തുച്ഛമായിട്ടുള്ള വേതനം കിട്ടിയിട്ടും ഇത്തരത്തിലുള്ള ടോപ്പിക്കുകളൊക്കെ അധികം വ്യൂസ് കിട്ടത്തില്ല എന്നുള്ള ഒരു ചിന്തയിലും ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നത്. അതൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പിന്തുണകൾ എന്ന് പറയുന്നത് വിലമതിക്കാനാവാത്തതാണ് എന്നെ പോലുള്ള ക്രിയേറ്റേഴ്സിന്. നിങ്ങളുടെ കുറച്ച് സമയം അപഹരിച്ചതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് തിരികെ വരികയാണ്. ഈ മുല്ലപ്പെരിയാർ ഇഷ്യൂ എന്ന് പറയുന്നത് വെറൊരു തർക്കമല്ല, കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും പ്രശ്നമാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, തമിഴ്നാട്ടിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും, അത് DMK ആയാലും അണ്ണാ DMK ആയാലും ഇനി വിജയുടെ TVK ആയാലും, മുല്ലപ്പെരിയാർ വിഷയത്തിൽ അവർക്ക് ഒറ്റ നിലപാടേ ഉണ്ടാകത്തുള്ളൂ. അത് തമിഴ്നാടിൻ്റെ താല്പര്യം സംരക്ഷിക്കുക എന്നത് മാത്രമാണ്. അതങ്ങനെ ഉണ്ടാവുള്ളൂ. വിജയ് ഈ നീക്കത്തെ ശക്തമായിട്ട് എതിർക്കുന്നതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ചില രാഷ്ട്രീയ, സാമ്പത്തിക, വൈകാരിക കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഒന്നാമത്തേതായിട്ട് തെക്കൻ ജില്ലകളിലെ ജീവനാഡി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. തമിഴ്നാട്ടിലെ 5 തെക്കൻ ജില്ലകളായ തേനി, മധുര, ഡിണ്ടിഗൽ, രാമനാഥപുരം, ശിവഗംഗ എന്നിവ പൂർണ്ണമായും മുല്ലപ്പെരിയാറിലെ വെള്ളത്തെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. കുടിവെള്ളം മാത്രമല്ല, അവിടുത്തെ ലക്ഷക്കണക്കിന് ഏക്കർ കൃഷിഭൂമിയും നിലനിൽക്കുന്നത് ഈ വെള്ളത്തിലാണ്. പുതിയൊരു ഡാം വരികയും അതിന് നിയന്ത്രണം കേരളത്തിന്റെ കൈകളിൽ ആവുകയും ചെയ്താൽ തങ്ങളുടെ നാട് വരണ്ടു പോകുമെന്ന ഭയം തമിഴ്നാടിനുണ്ട്. ഇനി രണ്ടാമത്തെ കാരണം രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെയാണ്, ദ്രാവിഡിയൻ സെന്റിമെന്റ്.
തമിഴ്നാട് രാഷ്ട്രീയത്തിൽ തമിഴ് മണ്ണ് തമിഴ് അവകാശം എന്ന വികാരം വളരെ വലുതാണ്. ഇപ്പോൾ വിജയ് തന്റെ പാർട്ടിയുടെ അടിത്തറയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പെരിയാർ, അണ്ണാദുരൈ, അംബേദ്കർ എന്നിവരുടെ ദ്രാവിഡ സാമൂഹ്യ നീതി ആശയങ്ങളാണ്. അതുകൊണ്ട് തന്നെ അയൽ സംസ്ഥാനത്തിന് മുന്നിൽ തമിഴ്നാടിന്റെ 1 ഇഞ്ച് അവകാശം പോലും വിട്ടുകൊടുത്തു എന്ന ചീത്തപ്പേര് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത പോലും ആദ്യമേ വാങ്ങിയെടുക്കാനായിട്ട് വിജയ് എന്നല്ല ആരും തയ്യാറാവില്ല. ഇത് രണ്ടുമല്ലാത്ത അവരുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം 2014 സുപ്രീം കോടതി വിധിയാണ്. അന്ന് വിധിച്ചത് മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണെന്നാണ്. ജലനിരപ്പ് 142 അടിയാക്കി ഉയർത്താനും കോടതി അന്ന് അനുമതി നൽകി. ഡാം സുരക്ഷിതമാണെന്ന് രാജ്യത്തെ പരമോന്നത നീതിപീഠം പറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ കേരളം പുതിയ ഡാം എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ അവകാശങ്ങളെ അട്ടിമറിക്കാനാണെന്നാണ് വിജയ് സർക്കാരിന്റെ ഔദ്യോഗിക നിലപാട്. ഇതിനു മുന്നേ ഉള്ള സർക്കാരുകൾക്കും അത്തരത്തിലുള്ള നിലപാടുകളൊക്കെ തന്നെയായിരുന്നു. ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. നിങ്ങളിൽ പല ആളുകൾക്കും അറിയാവുന്ന ഒരു ചരിത്രമാണ്. അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഒന്നുകൂടി പറയുകയാണ്. എവിടെയാണ് നമുക്ക് പാളിയത് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട് ഇതുവരെയുള്ള നാൾവഴികൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 19ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതി ബ്രിട്ടീഷ് ഭരണകാലം. മധുരയും പരിസര പ്രദേശങ്ങളും കടുത്ത വരൾച്ചയിൽ ഉരുകുകയായിരുന്നു. ആയിരക്കണക്കിന് മനുഷ്യർ പട്ടിണി കിടന്ന് മരിച്ചു. അതേസമയം പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പെരിയാറിലെ വെള്ളം അറബിക്കടലിലേക്ക് വെറുതെ ഒഴുകി പോവുകയായിരുന്നു. ഇത് കണ്ട അന്നത്തെ മിടുക്കനായിട്ടുള്ള ഒരു ബ്രിട്ടീഷ് മിലിറ്ററി എഞ്ചിനീയർ മേജർ ജോൺ പെന്നികുക്ക് പെരിയാറിലെ വെള്ളം കിഴക്കോട്ട് തിരിച്ചുവിട്ടാൽ മധുരയെ രക്ഷിക്കാം എന്നൊരു ആശയം മുന്നോട്ടേക്ക് വെച്ചു. അങ്ങനെയാണ് തിരുവിതാംകൂർ രാജാവുമായി ബ്രിട്ടീഷ് സർക്കാർ ചർച്ചകൾ തുടങ്ങുന്നത്. അങ്ങനെ തിരുവിതാംകൂർ മഹാരാജാവ് വിശാഖം തിരുനാളിന് വേണ്ടി ദിവാൻ വി രാമയ്യങ്കാരും മദ്രാസ് പ്രസിഡൻസിക്ക് വേണ്ടി സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ചൈൽഡ് ഹാനിങ്ടണും 1986 ഒക്ടോബർ 29 കുപ്രസിദ്ധമായിട്ടുള്ള പെരിയാർ ലീസ് എഗ്രിമെന്റ് ഒപ്പുവെച്ചു. കരാറിലെ ഞെട്ടിക്കുന്ന വ്യവസ്ഥ ഇതായിരുന്നു. തിരുവിതാംകൂറിന്റെ പരിധിയിലുള്ള 8000 ഏക്കർ ഭൂമി മദ്രാസ് പ്രസിഡൻസിക്ക് പാട്ടത്തിന് നൽകി. പാട്ടക്കരാറിന്റെ കാലാവധി എത്രയാണെന്നോ? വെറും 999 വർഷം. 1 ഏക്കറിന് പ്രതിവർഷം 5 രൂപ വീതം തിരുവിതാംകൂറിന് വാടക നൽകണം എന്നതായിരുന്നു അന്നത്തെ വ്യവസ്ഥ. വിശാഖം തിരുനാൾ മഹാരാജാവ് കടുത്ത വേദനയോടെയാണ് അതിൽ ഒപ്പിട്ടത് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. പക്ഷെ അതൊന്നും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്. എന്റെ രക്തം കൊണ്ട് ഞാനതിൽ ഒപ്പിടുന്നു എന്നൊക്കെ അന്ന് രാജാവ് പറഞ്ഞതായിട്ട് ഇന്ന് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അറിയില്ല ഇനിയിപ്പോൾ രാജാവിനെ വൈറ്റുവാഷ് ചെയ്യാനായിട്ടാണോ അതോ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ 1887 പെന്നികുക്കിന്റെ നേതൃത്വത്തിൽ ഡാം നിർമ്മാണം തുടങ്ങി. അതിന്റെ കഷ്ടതകളൊക്കെ നമ്മൾ പല ആവർത്തി കേട്ടിട്ടുണ്ട്. കാട്ടുമൃഗങ്ങൾ, മലേറിയ, പ്രകൃതിക്ഷോഭങ്ങൾ, അതിനോടൊക്കെ പോരാടി 1895 ഡാം പണി പൂർത്തിയായി. ചുണ്ണാമ്പും കടുക്കയും ശർക്കരയും ചേർത്തുള്ള സുർക്കി മിശ്രിതം ഉപയോഗിച്ചിട്ടാണ് ഈ ഡാം നിർമ്മിച്ചത് എന്ന് ഏത് കൊച്ചുകുട്ടിക്ക് പോലും, കേരളത്തിലുള്ള കൊച്ചുകുട്ടിക്ക് പോലും അറിയാം. അന്നതൊരു വലിയ അത്ഭുതമായിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാർ പോയി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. 1956 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചു. ഡാം ഇരിക്കുന്ന പീരുമേട് താലൂക്ക് കേരളത്തിന്റെ ഭാഗമായി. എന്നാൽ വെള്ളത്തിന്റെ അവകാശം തമിഴ്നാടിനും. 1970കളിൽ ഡാമിന്റെ സുരക്ഷയെക്കുറിച്ചിട്ട് കേരളത്തിൽ ആശങ്കകൾ ഇങ്ങനെ ഉയർന്നു തുടങ്ങി. 100 വർഷത്തോളം പഴക്കമുള്ള സുർക്കി മിശ്രിതത്തിൽ ഉണ്ടാക്കിയ ഡാം തകർന്നാൽ ഇടുക്കി, കോട്ടയം, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ അപകടത്തിലാകുമെന്നുള്ള ആശങ്കകൾ വർദ്ധിച്ചു. കേരളം അതിനെതിരെ ശബ്ദമുയർത്താൻ തുടങ്ങി. എന്ന് തുടങ്ങിയതാണ് ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങളൊക്കെ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതിന്റെ സമരത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും പോയത് ഓർക്കുന്നുണ്ട്. ഈ മുല്ലപ്പെരിയാർ കേസ് നോക്കുമ്പോൾ ചില നിയമവശങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ആ 1970 കരാർ പുതുക്കലുണ്ടല്ലോ, അതാണ് മുല്ലപ്പെരിയാർ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ്. കേരളത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പല ശക്തമായിട്ടുള്ള ആയുധങ്ങളും നിയമപരമായിട്ടുള്ള ആയുധങ്ങളും തമിഴ്നാടിന്റെ കൈകളിലേക്ക് അറിഞ്ഞോ അറിയാതെയോ എത്തിപ്പെട്ടത് ആ ഒരു ഒറ്റ ഒപ്പിലാണ്. മുല്ലപ്പെരിയാർ കരാർ പുതുക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സി അച്യുതമേനോനായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഭരണ മികവിന്റെ കാര്യത്തിൽ ഇന്നും ഏറെ പ്രശംസിക്കപ്പെടുന്ന മുഖ്യമന്ത്രിയാണെങ്കിലും മുല്ലപ്പെരിയാർ വിഷയത്തിൽ അദ്ദേഹം എടുത്ത ആ ഒരു തീരുമാനം കേരളത്തിന് ചരിത്രപരമായിട്ടുള്ള വലിയ ബാധ്യതയായിട്ട് മാറി. 1986 ആദ്യ കരാർ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരും തിരുവിതാംകൂർ രാജാവും തമ്മിലായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതോടെ പഴയ ബ്രിട്ടീഷ് കരാറിന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്യാനായിട്ട് കേരളത്തിന് 100% അവകാശമുണ്ടായിരുന്നു. എന്നാൽ 1970 സ്വതന്ത്ര ഇന്ത്യയിലെ 2 ജനാധിപത്യ സർക്കാരുകൾ തമ്മിൽ ഈ കരാർ ഔദ്യോഗികമായിട്ട് പുതുക്കിയതോടെ ആ പഴയ 999 വർഷത്തെ പാട്ടക്കരാറിന് കേരളം സ്വയം പുതിയ നിയമസാധുത നൽകുകയാണ് ചെയ്തത്. അത് വലിയ അബദ്ധമായി മാറി. ഇത് കേരളത്തെ എങ്ങനെയൊക്കെയാണ് ബാധിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറയാം. ബ്രിട്ടീഷ് കാലത്തെ കരാറുകൾക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നിലനിൽപ്പില്ല എന്ന് വാദിച്ച് കേരളത്തിന് കോടതിയെ സമീപിക്കാമായിരുന്നു. എന്നാൽ 1970 പുതിയ വ്യവസ്ഥകളോടെ കരാർ പുതുക്കി ഒപ്പിട്ടതോടെ ആ 999 വർഷത്തെ കാലാവധിയെ കേരളം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് തമിഴ്നാടിന് സുപ്രീം കോടതിയിൽ വാദിക്കാൻ കഴിഞ്ഞു. ഇതാണ് കോടതികളിൽ ഇന്നും കേരളത്തിന് തിരിച്ചടിയാകുന്ന പ്രധാന ഘടകം. 1886 ആദ്യ കരാർ പ്രകാരം തമിഴ്നാടിന് അന്നത്തെ മദ്രാസിന് പെരിയാറിലെ വെള്ളം കൃഷിക്കും കുടിവെള്ളത്തിനുമായി തിരിച്ചുവിടാൻ മാത്രമേ അവകാശമുണ്ടായിരുന്നുള്ളൂ. അവിടെ വൈദ്യുതി നിർമ്മിക്കാൻ അവർക്ക് അനുവാദമില്ലായിരുന്നു. എന്നാൽ 1970 കരാറിലൂടെ മുല്ലപ്പെരിയാറിലെ വെള്ളം ഉപയോഗിച്ചിട്ട് തമിഴ്നാടിന് വൈദ്യുതി നിർമ്മിക്കാനായിട്ടുള്ള പൂർണ്ണ അവകാശം കേരളം
എഴുതി കൊടുത്തു. ഇന്ന് തമിഴ്നാട് അവിടെ ലോവർ പെരിയാർ പവർ ഹൗസ് വഴി വലിയ തോതിൽ വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ തമിഴ്നാട്ടിൽ ലഭിച്ച മറ്റ് ആനുകൂല്യങ്ങൾ പെരിയാർ തടാകത്തിൽ മീൻ പിടിക്കാനുള്ള അവകാശം, വനത്തിൽ നിന്നുള്ള ചില തടിയുരുപ്പടികൾ എടുക്കാനുള്ള അവകാശം, അങ്ങനെയുള്ളതൊക്കെയാണ്. ഇതിന് പകരമായിട്ട് കേരളത്തിന് എന്താണ് കിട്ടിയത്? വെറും ഒരണ പൈസയായിരുന്ന പാട്ടത്തുക ഏക്കറിന് 30 രൂപയായിട്ട് ഉയർത്തി കിട്ടി. അതായത് ലക്ഷക്കണക്കിന് കോടി രൂപ വില മതിക്കുന്ന വെള്ളവും അവകാശങ്ങളും വിട്ടുകൊടുത്തിട്ട് കേരളം വാങ്ങിയത് വെറും തുച്ഛമായിട്ടുള്ള പാട്ടത്തുക മാത്രമായിരുന്നു. ഇനി തിരിച്ച് ഈ നൂറ്റാണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 2006 വിധിയിൽ ജലനിരപ്പ് 142 അടിയായിട്ട് ഉയർത്താൻ സുപ്രീം കോടതി തമിഴ്നാടിന് അനുമതി നൽകി ഡാം സുരക്ഷിതമാക്കാൻ ആവശ്യമായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ നടത്താനും നിർദ്ദേശിച്ചു. ആ ഒരു അവസരത്തിലാണ് സുപ്രീം കോടതി വിധി മറികടക്കാൻ കേരള നിയമസഭ പെട്ടെന്നൊരു നിയമം പാസാക്കിയത്. മുല്ലപ്പെരിയാറിലെ പരമാവധി ജലനിരപ്പ് 136 അടിയായിട്ട് നിജപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിയമമായിരുന്നു അത്, ഡാം സുരക്ഷാ നിയമം. 2014 കോടതി നിയോഗിച്ച പ്രത്യേക സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം ഡാമിന് യാതൊരുവിധ സുരക്ഷാ പ്രശ്നവുമില്ല എന്ന് കോടതി കണ്ടെത്തുകയും ജലനിരപ്പ് വീണ്ടും 142 അടിയാക്കാനായിട്ട് ഉത്തരവിടുകയും ചെയ്തു. ഡാം ഇനിയും ശക്തിപ്പെടുത്തിയാൽ 152 അടി വരെ ഉയർത്താമെന്നും അന്ന് കോടതി പറയുകയുണ്ടായി. ഇനിയാണ് നമ്മൾ സമകാലിക രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് വിജയ് ഇപ്പോൾ ഇത്ര കടുത്ത നിലപാടെടുക്കുന്നത്? തമിഴ്നാട്ടിലെ DMKയെയും അണ്ണാ DMKയെയും ഒക്കെ അഴിമതി ആരോപണങ്ങളിൽ തളച്ച് ഒരു പുതിയ രാഷ്ട്രീയ ബദലായിട്ടാണ് വിജയ് അധികാരത്തിലേക്ക് വന്നത്. തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് താൻ കട്ടയ്ക്ക് കൂടെ ഉണ്ടാകുമെന്ന് കാണിച്ചു കൊടുക്കേണ്ടത് വിജയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള കർണാടകയോട് കാവേരി വിഷയത്തിലും കേരളത്തോട് മുല്ലപ്പെരിയാർ വിഷയത്തിലും യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ള സന്ദേശമാണ് വിജയ് ഇപ്പോൾ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് നൽകുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ജനങ്ങളുടെ ജീവനാണ് പ്രധാനം. ഒരു അണക്കെട്ടിന്റെയും ആയുസ് 100 വർഷത്തിൽ കൂടുതൽ ആകരുത് എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് പുതിയ ഡാം വേണമെന്ന കേരളത്തിന്റെ ആവശ്യം തികച്ചും ന്യായമായിട്ട് മാറുന്നത്. ഡാം ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ നിന്നേക്കാം, അല്ലെങ്കിൽ 200 വർഷമോ 300 വർഷമോ നിന്നേക്കാം. പക്ഷെ അതല്ല, ജനങ്ങളുടെ ജീവനാണ് ശരിക്കും പ്രാധാന്യം. നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട്. ഇനി തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നുള്ള ന്യായം പറച്ചിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയമപരമായിട്ട് അവർക്ക് 999 വർഷത്തെ കരാറുണ്ട്, സുപ്രീം കോടതിയുടെ വിധിയുമുണ്ട്. വിജയ് എന്ന പുതിയ മുഖ്യമന്ത്രിക്ക് തന്റെ സംസ്ഥാനത്തെ കർഷകരെ വഞ്ചിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവരുടെ ഭാഗം. ഇവിടെ ഒരു യഥാർത്ഥ പരിഹാരം എന്താണ്? എൻ്റെ ഒരു അറിവിൻ്റെ ആ ഒരു പരിമിതിയിൽ നിന്ന് എനിക്കിതിന് പൂർണ്ണമായിട്ടുള്ള ഒരു പരിഹാരമൊന്നും നിർദ്ദേശിക്കാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇവിടെ എന്നെ പോലുള്ള ഭൂരിപക്ഷം കോമൺ മാനും നമ്മുടെ ഒരു ലൈമാൻ പെർസ്പെക്റ്റീവിൽ പറയുന്നത് എങ്ങനെയാണ്? വിദ്വേഷ രാഷ്ട്രീയമല്ല ഇവിടെ വേണ്ടത്, പോരടിക്കുകയല്ല ഇവിടെ വേണ്ടത്. 2 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കേരള മുഖ്യമന്ത്രി, തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയും ഒന്നിച്ചിരുന്ന് ചർച്ച നടത്തണം. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ പുതിയ ഡാം നിർമ്മിച്ചാലും അതിന്റെ ജല നിയന്ത്രണവും വിതരണ അവകാശവും തമിഴ്നാടിന് തന്നെ നിയമപരമായിട്ട് ഉറപ്പ് നൽകുന്ന ഒരു പുതിയ കരാർ ഉണ്ടാക്കുകയാണ് ഏക പോംവഴി. അങ്ങനെ വന്നാൽ കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് വെള്ളമൊക്കെ ഉറപ്പാക്കാം. ദളപതി വിജയ് തന്റെ സിനിമകളിൽ പറയാറുള്ളത് പോലെ എല്ലാ പ്രശ്നങ്ങൾക്കും സ്നേഹത്തിലൂടെയും ചർച്ചയിലൂടെയും പരിഹാരമുണ്ട്. ആ ഒരു സിനിമാറ്റിക് നന്മ യാഥാർത്ഥ്യത്തിലും കാണിക്കാനായിട്ട് വിജയ് തയ്യാറാകുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും ഈ വിഷയത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വിജയ് ഫാൻസ് അണ്ണൻ ഇപ്പടി പണിയതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കൂടെ പങ്കുവെച്ച് കഴിഞ്ഞാൽ രസകരമായിരിക്കും കമൻറ്റ് ബോക്സ്. വീഡിയോ ഉറപ്പായിട്ടും മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതറിയാത്ത ആളുകൾക്ക് ഉപകാരമായിരിക്കും. നന്ദി.